സ്റ്റാർട്ട് ഡേ ഈറ്റിന് തായ്ലൻഡ് കണ്ടാലോ. പക്ഷേ തായ്ലൻഡ് ഫുഡല്ല ഞാൻ ആക്ച്വലി കഴിച്ചത്. ഫസ്റ്റ് ഡേ നമ്മൾ കഴിച്ചത് ഈ ഒരു സെറ്റാണ്. ഒരു ചപ്പാത്തി, പിന്നെ 2 കറിയും ഫ്രൂട്ട്സും, പിന്നെ ഓട്സ്, ഉപ്മാവ്, പിന്നെ എന്തോ ബോണ്ടാസും ആണ് കഴിച്ചത്. ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് റൈസും അതുപോലെ പനീർ കറിയും മുട്ടക്കറിയും ചിക്കനും അതൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് സൈഡായിട്ട് സീറയും കൂടി കഴിച്ചു. പിന്നെ ഡിന്നറിന് നമ്മൾ സെയിം റൂട്ടീൻ തന്നെ. നമ്മൾ കക്കയ്ക്ക ക്യാരറ്റ് എടുത്തു, പിന്നെ ഒരു റൊട്ടി എടുത്തു, അതുപോലെ കുറച്ച് റൈസും കൂടി എടുത്തു. പിന്നെ കറികൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ നമ്മൾ നൂഡിൽസും പൂരിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് പതിവ് തെറ്റിക്കാതെ നമ്മൾ റൈസും കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കറിയൊക്കെ ആയിരുന്നു. ആക്ച്വലി നമ്മൾ കിട്ടിക്കൊണ്ടിരുന്നത് ഒരു ഇന്ത്യൻ സ്റ്റൈൽ ഫുഡാണ്. പിന്നെ കുറച്ച് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ട്രൈ ചെയ്യാതിരുന്നത് എനിക്കത് പിടിക്കില്ല എന്ന് വിചാരിച്ചിരുന്നു. പായസം കൂടി ഉണ്ടായിരുന്നു. ആ പായസം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇന്ത്യൻ ഫുഡ് കാണിക്കാനാണല്ലോ നീ വീഡിയോ എടുത്തത്. ബട്ട് സോറി ബൈ, ഞാൻ എന്താണ് ഇതിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രം ഞാനിത്. പിന്നെ നൈറ്റ് നമുക്കിത് ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ എക്സ്ട്രാ വന്നിട്ട് നമുക്ക് പാനിപ്പൂരി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയേണ്ടത് വീണ്ടും സെയിം ഫുഡ് തന്നെയാണ് ഞാൻ കഴിച്ചത്. പിന്നെ പാനിപ്പൂരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് ഡേ ആണ്. ഇതാണ് നമ്മൾ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ. പിന്നെ ലാസ്റ്റ് ഡേ ആണത്. അപ്പോൾ ഇതുവരെ കഴിച്ച എല്ലാ ഫുഡും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ലാസ്റ്റ് നമുക്ക് ഈ ഒരു പാക്കറ്റ് ഫുഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്.